മലയാള മനോരമ പത്രം പൊതുവെ UDF അനുകൂല, കോൺഗ്രസ് അനുകൂല പത്രമാണ്. ഇലക്ഷൻ അടുത്തോടുകൂടി പൂർണ്ണമായിട്ടും UDF അനുകൂലമായ വാർത്തകളും സംസ്ഥാന സർക്കാരിനെതിരായ വാർത്തകളാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ ഒരു കേരളത്തിലെ കൂടുതൽ മലയാളികൾ വായിക്കുന്ന പത്രം എന്ന നിലയിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള, ദേശീയ പ്രാധാന്യമുള്ള വസ്തുതകൾ കൂടി അവർ സാധാരണഗതിയിൽ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി. ഇസ്രായേലിലെ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ലോക മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആ വാർത്ത കൊടുത്തത്. ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്ത ആ വാർത്ത മലയാള മനോരമ പത്രത്തിന്റെ 1-ാം പേജിൽ ഇടം കണ്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും അസ്വസ്ഥരാക്കിയത്, അല്ലെങ്കിൽ എല്ലാവരെയും ചിന്തിപ്പിച്ചത്. എന്തുകൊണ്ടാണ് മലയാള മനോരമ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അതിന് പകരം അവർ കൊടുത്തത് കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ നടത്തിയ പ്രകടനവും ആ പരിപാടിയെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെയും CPM നേതാക്കളുടെയും ഭാഷ്യവുമാണ് പ്രധാനമായിട്ടും മലയാള മനോരമ 1-ാം പേജിൽ കൊടുത്തത്. ലോക പ്രാധാന്യമുള്ള, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം, എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തൊരു സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത എന്തുകൊണ്ട് മലയാള മനോരമ 1-ാം പേജിൽ കൊടുത്തില്ല എന്ന ചോദ്യമാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്നത്.